السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. عبد الله بن مسعود رضي الله تعالى عنه ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, من أشراط الساعة أن يمر الرجل في المسجد لا يصلي فيه ركعتين وأن لا يسلم الرجل إلا على من يعرف. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തി സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അൻ യമുറ റജുലു ഫിൽ മസ്ജിദി ലാ യുസല്ലി ഫീഹി റക്അതൈൻ, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരികയും അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിശ്ചയിച്ചതായ തഹിയ്യത്ത് നമസ്കാരം അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാ യുസല്ലിമ റജുലു ഇല്ലാ അലാ മൻ യഅരിഫ, അറിയുന്നവർക്ക് മാത്രം സലാം പറയുക എന്നുള്ളതും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഇവിടെ ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാള് പള്ളിയിലേക്ക് വന്നു, തഹിയ്യത്ത് അദ്ദേഹം എന്ത് ചെയ്തില്ല, നമസ്കരിച്ചില്ല എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പലപ്പോഴും ഒരു സംശയം ഉണ്ടാകും, തഹിയ്യത്ത് മസ്ജിദിലേക്ക് കയറിയാൽ തഹിയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ, ഒഴിവാക്കിയാൽ കുറ്റം കിട്ടുന്ന കാര്യമാണോ എന്നൊക്കെ സംശയമുണ്ടാവും. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചൊരു സംസാരം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അൽ മഷ്ഹൂറു ഇൻദൽ ഉലമാഇ അന്നഹു ലിൽ ഇസ്തിഹ്ബാബി, ഇത് സുന്നത്തായ കാര്യമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഉലമാക്കൾക്കിടയിൽ മഷ്ഹൂറായ അഭിപ്രായം അത് സുന്നത്താണ് എന്നാണ്. എന്താ കാരണം? ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സഅലഹുൽ അഅറാബിയു അനിസ് സ്വലവാത്തിൽ ഖംസ്, 5 നമസ്കാരങ്ങളെ സംബന്ധിച്ച് ഒരു അറാബിയായ മനുഷ്യൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൽ അലയ്യ ഗൈറുഹ, ഇതല്ലാത്ത മറ്റേതെങ്കിലും കാര്യങ്ങൾ എനിക്ക് വാജിബായിട്ടുണ്ടോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ലാ ഇല്ല അൻ തതവ്വ, നീ സുന്നത്തായി നഫ്ലായി നമസ്കരിച്ചതല്ലാതെ നിനക്ക് 5 വക്ത നമസ്കാരങ്ങളാണ് വാജിബായിട്ടുള്ളത്. ഈ ഒരു പൊതുവായ തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ മഷ്ഹൂറായ അഭിപ്രായം എന്ന് പറയുന്നത് അത് വാജിബല്ല, മറിച്ച് അതെന്താണ്, സുന്നത്തായ ഒരു കർമ്മമാണ് എന്നാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും പറയാണ്, വലാകിന്നൽ ഖൗല ബിൽ വുജൂബി ഖൗലുൻ ഖവിയ്യുൻ, പക്ഷെ വാജിബാണ് എന്ന സംസാരം അത് കേവലം ഒരു അഭിപ്രായമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിൽ ലിഅന്ന ഫീഹിൽ അംറ ഫൽയർക റക്അതൈനി വഫീഹി അന്നഹിയ ഫലാ യജ്ലിസ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യത്ത് നമസ്കരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതിൽ ഒരു കൽപ്പനക്രിയയുമുണ്ട്, ഒരു നിരോധനക്രിയയുമുണ്ട്. കൽപ്പനക്രിയ എന്ന് പറഞ്ഞാൽ ഫൽയർക റക്അതൈൻ, അവ 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ അതിലൊരു നഹിയുമുണ്ട്, നിരോധന ക്രിയയുമുണ്ട്. അതേതാണ്? ഫലാ യജ്ലിസ്, ഒരാളും ഇരിക്കാതിരിക്കട്ടെ എന്ന ഈ 2 കാര്യങ്ങളും അടുപ്പിച്ചു വന്നതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ അതെന്താണ്, വാജിബാണ് എന്ന് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, ഫയംബഗി അല്ലാ യതസാഹല ഫി ഹാദാ, അതുകൊണ്ട് തന്നെ ഒരാൾ ഇതിൽ മുത്തസാഹിലാവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് എന്തല്ല, പാടുള്ള കാര്യമല്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി അയാൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് യാതൊരു പ്രയാസമല്ല, സമയമുണ്ട്, ഒരു തടസ്സങ്ങളില്ല, അയാൾ മസ്ജിദിൽ കയറിയാൽ എന്ത് ചെയ്യുക, അയാൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് അസ്ലായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ 2ാമത്തെ പാർട്ടിൽ റസൂലുള്ളാഹി പറഞ്ഞത് അല്ലാ യുസല്ലിമ റജുലു ഇല്ലാ അലാ മൻ യഅരിഫ, അറിയുന്നവർക്ക് മാത്രം സലാം പറയാന്നുള്ളതും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊതുവായ കൽപ്പനക്ക് എതിരാണത്. വതഖറഉസ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അറിയുന്നവർക്കും നീ അറിയാത്തവർക്കും എന്ത് ചെയ്യണം, നീ സലാം പറയണം എന്നുള്ളതൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ ഹദീസിൽ പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കുവാനും ഒക്കെ
അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.